ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മളിന്ന് എന്താന്ന് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മീനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മീൻ ബിരിയാണി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ കണ്ടാ കിടക്കണ കിടപ്പുണ്ടാ, അതാ ഓക്കെ. നമ്മളെ കുട്ടപ്പനായിട്ട് നമ്മളെ മീൻ നമ്മളങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൂപ്പരെ എടുത്തിട്ട് ശരിയാക്കണം. ഇപ്പോൾ ഇവിടെ ഒരിക്കൽ നമ്മൾ സാധാ ചോറുണ്ടല്ലോ, വൈറ്റ് റൈസ്, അത് എന്നാ വെച്ചേ. അപ്പം എന്താ, അല്ലെങ്കിൽ മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, കബ്സ ഇങ്ങനത്തെ ഒക്കെ മാത്രമേ ഇപ്പോൾ ഇവിടെ തിന്നണുള്ളൂ. ഒരു വെറും വൈറ്റ് റൈസ് അധികം പോലെ അതാണ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളന്ന് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരിക്ക് ഇങ്ങനെ അപ്പം അതന്നെ വേണം. കുഴപ്പമില്ല, നമ്മൾ പോണ വരെയല്ലേ തിന്നട്ടല്ലേ, അല്ല അപ്പം എന്താ, അത് വിഷയമൊന്നുമില്ല. നമ്മളെ ഡ്യൂട്ടി തന്നെയല്ല, അവർ പറയുന്നുണ്ടാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനത്തൊക്കെയാണ് പരിപാടികൾ. അപ്പം ഇന്നത്തെ ഫുഡിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. എന്തായാലും നമുക്കിന്ന് അടിപൊളി മീൻ ബിരിയാണി വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മീൻ കറി ഇവർ കൂട്ടണില്ല കേട്ടോ, മീൻ കറി ആക്കിയിട്ട് പറ്റൂല. അല്ലെങ്കിൽ മീൻ ബിരിയാണി, അല്ലെങ്കിൽ മീൻ പൊരിച്ചത് മാത്രം, അതൊക്കെ കൂട്ടിയിട്ട് ആദ്യമൊക്കെ അങ്ങനെ വെറും മീൻ നമ്മൾ വറുത്ത് കൊടുക്കുകയായിരുന്നു. അത് കൂട്ടി അവർ ചോറിഞ്ഞിരുന്നു. ഇപ്പം അവർക്ക് അതൊന്നും പറ്റണില്ല. അപ്പം മീൻ കിട്ടിയാൽ അപ്പോൾ ബിരിയാണി വേണം. അപ്പം എന്നോട് പറയും ഫിഷ് ഉണ്ടെങ്കിൽ ബിരിയാണി ആക്കി കൊടുക്കാൻ പറയാം. അപ്പം പിന്നെ എന്തായാലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അപ്പം നമുക്ക് രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ കഴിച്ചിട്ടൊന്നുമില്ല, കഴിക്കാനുള്ള ടൈം ആവണുള്ളൂ. രണ്ടാളൊക്കെ പോയി തോന്നുന്നുണ്ട് ചായ കുടിച്ചിട്ട്, മറ്റവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും നമുക്കവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കി എന്താ നമുക്കും കഴിക്കാമല്ലോ അല്ലേ. ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഇതൊക്കെ തന്നെയാണ് ഇവിടെ കേട്ടോ. ഇടയ്ക്കൊരു വൈറ്റ് റൈസ് നമ്മൾ സാധാ ചോറ് വെക്കും. അതിപ്പോൾ അത്ര വലിയ അത് പറഞ്ഞ മാർക്ക് തന്നെ അത് ഇവിടുത്തെ ടേസ്റ്റ് ഇല്ല കേട്ടോ. കാരണം ഈ മറ്റേ നീളമുള്ള സൈസ് അരിയില്ല, ബസ്മതി അരി, അതുകൊണ്ട് ചോറ് വെച്ചാലും രസമില്ലല്ലോ. നമ്മളെ സാധാ നാട്ടിലത്തെ പിന്നെ അരിയല്ലല്ലോ ഇവിടെ. അപ്പോൾ ആ അരി തൊട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ പിന്നെയും തിന്നാൻ കഴിയുള്ളൂ. വൈറ്റ് റൈസും തീരെ കഴിയൂല കേട്ടോ. അപ്പം നമുക്ക് ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെന്തൊക്കെ മക്കളെല്ലാവരും ചായയൊക്കെ കൂടി കഴിഞ്ഞോ? അപ്പോൾ അസ്സലാമു അലൈക്കും, ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ.